അങ്ങോട്ട് പോ. അവരോട് പറയുന്നില്ല, ഞങ്ങൾ ചെയ്യില്ല. ഇനി ഞങ്ങൾ ഇങ്ങനെ നല്ലൊരു വളർത്തി എന്നിട്ടും നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കും വിഷമം ഉണ്ടാവില്ലേ? ഞങ്ങൾ വളർത്തി ഒരുപോലെ എന്തെങ്കിലും പറ്റിയ ആരും ചോദിക്കാനല്ലാത്ത അവർ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ ഈ നമ്പർ വാർഡിന്റെ ഡീറ്റെയിൽസ് ബുദ്ധിമുട്ടാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ശരി. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചെമ്പകങ്ങളുടെ ശരീരത്തിലാകെ 29 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. മുഖത്തും കരോട്ടിയിലും തന്നെ ആഴത്തിലുള്ള 15 മുറിവുകൾ ഉണ്ടായിരുന്നു. അതിന് 5 മരണത്തിന് കാരണമാകാവുന്നതാണ്. ഡോക്ടർ, 8 സെന്റിമീറ്റർ വരെ ആഴമുള്ള മുറിവുകൾ ചെമ്പകങ്ങളുടെ തലയോട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കത്തി. ഇതിന്റെ ആകെ നീളം 50 സെന്റിമീറ്റർ ആണ്. ഈ കത്തി വെച്ച് ഡോക്ടർ പറഞ്ഞതുപോലെ മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. നീളം മാത്രമല്ല, ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. എത്ര പവറിലാണ് ഒരാൾ വെട്ടുന്നത് എന്നതും ഒരു വലിയ ഫാക്ടറാണ്. ആ മുറിവിന്റെ അളവ് ഡോക്ടർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 10 സെന്റിമീറ്റർ എന്നാണ്. ഈ കത്തിയുടെ ഡയമെൻഷനേക്കാൾ വലുപ്പമുള്ള മുറിവുകൾ എങ്ങനെയാണ് ഡോക്ടർ ഒരാൾക്ക് ഉണ്ടാക്കാനാവുന്നത്? 2-3 തവണ ആ മുറിവിൽ തന്നെ അയാൾ വെട്ടിയിട്ടുണ്ടാവാം. കൃത്യമായിട്ട് അതിനൊന്നും പറയാൻ പറ്റില്ല. അല്ല, വെറുതെ ഡോക്ടറെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കണ്ട. ആ കത്തിയുടെ അറ്റം വളർന്നിരിക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ചെമ്പകങ്ങളുടെ ശരീരത്തിൽ 4ഓളം ഭാഗങ്ങളിൽ എൽ ഷേപ്പ് മുറിവുകളുണ്ട്. ഡോക്ടർ, ആ കത്തിയോട് അത്ര മുറി ഉണ്ടാക്കാൻ പറ്റും? Of course, L-shaped incisions can be made using it. Okay. Thank you. കത്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പോയിന്റ് നോട്ടിഫൈ ചെയ്യാൻ എന്നെ അനുവദിക്കും. ഈ കത്തിയിൽ സ്പെസിഫിക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു വസ്തുവിൽ രക്തം പുരണ്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്ന കെമിക്കൽ ടെസ്റ്റ് ആണത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കത്തിയിൽ അല്പം പോലും രക്തക്കറ പുരണ്ടിട്ടില്ല എന്നാണ്. 29 വെട്ടി ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയിൽ ഒരു തുള്ളി പോലും രക്തം പറ്റിച്ചില്ല എന്ന് കെമിക്കൽ റിപ്പോർട്ട് പറയുന്നുവെങ്കിൽ എന്താണ് സാർ മനസ്സിലാക്കിയത്? ഈ കത്തി അയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ചതല്ലേ? ഈ കത്തി പോലീസ് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത എവിഡൻസ് ആണ്.
യുവർ ഓണർ, ഇന്റർനാഷണലി തന്നെ അക്സെപ്റ്റബിൾ ആയ ഒരു മെത്തേഡിനെയാണ് പ്രോസിക്യൂഷൻ വെല്ലുവിളിക്കുന്നത്. ഒരു വെല്ലുവിളിയില്ല. ഈ കത്തി നന്നായി തുമ്പിച്ചിട്ടുണ്ട്. തുരുമ്പിക്കുമ്പോ മുമ്പ് പറ്റിപ്പിടിച്ചിരുന്ന ബ്രഷ് മുഴുവൻ ഇറങ്ങിപ്പോ. ടെസ്റ്റിൽ ഒന്നും അത് കണ്ടെത്താനാവില്ല. എന്റെ പഴയ അച്ഛനോട് കുറച്ച് കെമിസ്ട്രി സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് കോടതിയിൽ പിടിച്ച് വിളമ്പയാൻ മതിയെന്ന് ഒന്ന് പറയുന്നത് കേട്ടില്ല. താൻ ജനത്തിന്റെ ചൂഷണം നന്നായിരിക്കുന്നതാണ് നമ്മളെ ദീപികളെ. ഇത് മലയാളത്തിന്റെ പ്രധാന ഞാനൊരു മഴയോട് വെച്ചില്ല. നല്ല മുതല അതെന്താരാ? ഞാൻ അതിന്റെ കൂടെ പാരഡൈസോട്ടിലില്ലേ അവിടെ ജോലി ചെയ്യും. എനിക്ക് കുടുംബശ്രീ രണ്ട് ലോൺ പാസ്സായിട്ടുണ്ട്. വക്കീലിന്റെ പൈസ എത്ര അടയ്ക്കേണ്ടി തരാം. ഫീസ് കിട്ടിയെന്ന് വെച്ച് അതിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിനോട് അത്രയ്ക്ക് കാര്യം എല്ലാവരും ഒന്ന് കാണണം. തന്നെ നടന്നതായിട്ട് കാണിക്കണം. അതെ എനിക്കറിയാം. ഓഫീസർ, ഇത് നിങ്ങൾ ഫീസ് ചെയ്ത കോഴ്സ് അല്ലേ? ഇതിന് നേരെ പ്ലാൻ കാണിച്ചു. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ കേട്ടിട്ടുണ്ട്. ഇത് ഈ കേസിലെ പ്രതിയായ അദ്ദേഹത്തെ അലമാരയിൽ നിന്നും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്ത കോഴ്സാണ്. പറയൂ ഓഫീസർ, നിങ്ങൾ ചെമ്പകമാരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കോഴ്സും ക്രൈംബ്രാഞ്ച് ഓഫീസർ പ്രതിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി ഹാജരാക്കിയ കോഴ്സും ഒന്ന് തന്നെയല്ലേ? ഓഫീസർ, മൈ ക്വസ്റ്റ്യൻ ഇസ് വെരി മരിച്ച സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്ത ഈ